ഹായ്, ഡെയ്സീസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇത് പാവയ്ക്കയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാവയ്ക്ക കുറേ സമയം വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം അത് സ്ലൈസായിട്ട് അരിയണം. സ്ലൈസായിട്ട് അരിഞ്ഞ് അതിൽ ഇൻഗ്രീഡിയൻസ് കൂടുതലൊന്നുമില്ല. പച്ചമുളകും മഞ്ഞളും ഉപ്പും കറിവേപ്പില, സവാള, ഇത്രയും കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഉപ്പ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഉപ്പ് വേണം. അത് തിരുമ്മി വയ്ക്കണം. ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് അത് തിരുമ്മി വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം വരും. അപ്പോൾ നമ്മളത് പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ആക്കണം. പച്ചമുളകും ഇപ്പം ഇതിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് പിന്നെ പച്ചമുളക്, കറിവേപ്പില, സവാള, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇതിനകത്തേക്കിട്ട് നമ്മൾ ഒന്നും കൂടെ കൂട്ടി ഇളക്കണം. ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ വെള്ളം വരും. അന്നേരം അതിൻ്റെ കയ്പ്പിന് ഇച്ചിരി വ്യത്യാസം വരും. പാവയ്ക്കയുടെ കയ്പ്പ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റായി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് എല്ലാവർക്കും തോന്നും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള എന്നാന്ന് വെച്ചാൽ അതെല്ലാം കൂടെ അടപ്പത്തിടുമ്പോൾ കൂടുതൽ ഫ്ലെയിമിൽ വേവിച്ചാൽ അത് പെട്ടെന്ന് അതിൻ്റെ അതിന് ടേസ്റ്റ് വരില്ല. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇടാൻ. കുറഞ്ഞ ഫ്ലെയിമിൽ പതുക്കെ നിരത്തിയിടണം. നിരത്തിയിട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ കിടന്നതിന് ശേഷം ഇളക്കണം. 2-3 പ്രാവശ്യമായിട്ട് ഇളക്കി വേണം അത് എടുക്കാൻ. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഒരു ക്രിസ്പിനെസ് അതിനകത്ത് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളതെല്ലാം കൂടെ കൂട്ടി മറ്റേ സവാളയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞളും കൂടി തിരുമണം. വെജ് മാത്രം കഴിക്കുന്നവർക്ക് നല്ലൊരു കറിയാണ്. ഇപ്പം കൂടുതൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് ഒന്നിച്ചിടരുത്. ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. നിരന്ന് പാത്രത്തിൽ പാനിൽ നിരന്ന് കിടക്കാൻ പാകത്തിന് കഴിഞ്ഞ് അത് മറിച്ചിട്ട് തിരിച്ചിങ്ങനെ ഇളക്കി ഇതൊക്കെ പതുക്കെ സ്ലോയിൽ വേണം. കുറേ സമയമെടുക്കും. ഇതൊക്കെ വേണം ചെയ്യാൻ. അത് കഴിയുമ്പോൾ ഈ പരുവത്തിൽ വരും. അതാണ് അതിൻ്റെ